മഴക്കാലം എന്ന് പറയുന്നത് കുട്ടികളുടെ ഒരു രോഗങ്ങളുടെ കാലം കൂടിയാണ്. കുട്ടികളിലുള്ള കൂടുതൽ രോഗങ്ങൾ ഒരു സീസണലായിട്ട് കണ്ടുവരുന്ന രോഗങ്ങളാണ് കൂടുതലും. അതിൽ ഏറ്റവും കൂടുതൽ രോഗങ്ങൾ വരുന്ന ഒരു സീസണാണ് മഴക്കാലം അഥവാ മൺസൂൺ എന്ന് പറയുന്നത്. പ്രധാനമായും കുട്ടികൾക്ക് വരുന്ന രോഗങ്ങൾ ഒന്ന് ശ്വാസകോശ സംബന്ധമായ അണുബാധ, അത് കൂടുതലായിട്ട് മഴക്കാലത്ത് കാണുന്നു. പിന്നെ കൊതുകുജന്യ രോഗങ്ങളായ ഡെങ്കിപ്പനി, ചിക്കൻ ഗുനിയ തുടങ്ങിയവ. പിന്നെ ജലജന്യ രോഗങ്ങളായ വയറിളക്കം, ഹെപ്പറ്റൈറ്റിസ് എ, ടൈഫോയിഡ് തുടങ്ങിയ രോഗങ്ങളും കൂടുതലായിട്ട് മഴക്കാലത്ത് കണ്ടുവരുന്നുണ്ട്. അതുപോലെ തന്നെ കൂടുതലായി കണ്ടുവരുന്ന മറ്റൊരു അസുഖമാണ് ജന്തുജന്യ രോഗമായ എലിപ്പനി. ഇതിൻ്റെ എല്ലാം ഇൻസിഡൻസ് മഴക്കാലത്ത് കൂടുതലാണ്. ഇപ്പോൾ കുട്ടികളിൽ സ്കൂളുകളിലേക്കൊക്കെ പോകുന്ന കുട്ടികളാണ്. അവിടെയൊക്കെ ഒരു വ്യക്തി ശുചിത്വത്തിൻ്റെയും അവിടെയുള്ള പൊതു ശുചിത്വത്തിൻ്റെയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. അതിലൂടെയൊക്കെ വരാൻ സാധ്യതയുള്ള അസുഖങ്ങൾ ഇതിൽ ഈ ശ്വാസകോശ സംബന്ധമായ അണുബാധ അതാണ് ഏറ്റവും കൂടുതലായിട്ട് കുഞ്ഞുങ്ങൾക്ക് കണ്ടുവരുന്നത്. അത് ചെറിയ ജലദോഷം, പനി, കഫക്കെട്ട് തുടങ്ങി വളരെ ഗുരുതരമായ ന്യൂമോണിയ വരെ ആയിട്ട് മാറാം. അത് നമുക്കറിയാം, കൂടുതലും വൈറസുകളാണ് പരത്തുന്നത്. കൊറോണ വൈറസ് ഇപ്പോൾ വീണ്ടും ഒരു എപ്പിഡമിക് പോലെ ചെറിയൊരു ഔട്ട് ബ്രേക്ക് സ്റ്റാർട്ട് ആയിട്ടുണ്ട്. ഇൻഫ്ലുവൻസ വൈറസ്, റൈനോ വൈറസ്, അഡിനോ വൈറസ് തുടങ്ങിയ വൈറസുകൾ കൂടുതലായിട്ട് ഈ ശ്വാസകോശ അണുബാധയ്ക്ക് കാരണമാകുന്നുണ്ട്. അതുപോലെ തന്നെ ബാക്ടീരിയയും കാരണമാകുന്നുണ്ട്. ഇതെല്ലാം സ്പ്രെഡ് ആകുന്നത് നമ്മൾ ചുമയ്ക്കുമ്പോഴോ തുമ്മുമ്പോഴോ ഉള്ള ഈ രോഗാണുക്കൾ അന്തരീക്ഷത്തിലേക്ക് കലരുകയും അത് നമ്മുടെ വായിലൂടെയും മൂക്കിലൂടെയും നമ്മുടെ ശരീരത്തിൽ പ്രവേശിക്കുകയും രോഗമുണ്ടാക്കുകയുമാണ് ചെയ്യുന്നത്. അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് അവർ ചുമയ്ക്കുമ്പോഴും ഈ തുമ്മുമ്പോഴും കൈ കൊണ്ട് മുഖം പൊത്തി ചുമയ്ക്കേണ്ടതും തുമ്മേണ്ടതും അത്യാവശ്യമാണ്. കുഞ്ഞുങ്ങളത് മിക്കപ്പോഴും ശ്രദ്ധിക്കാറില്ല. മുതിർന്നവരെക്കാൾ കൂടുതൽ അടുത്തിടപഴകുന്നവരാണ് കുട്ടികൾ. അപ്പോൾ പെട്ടെന്ന് ഈ രോഗങ്ങൾ സ്പ്രെഡ് ആവാനുള്ള ചാൻസ് കുട്ടികൾക്ക് വളരെ കൂടുതലാണ്. ഇപ്പോൾ കുട്ടികളെന്ന് പറയുമ്പം നവജാത ശിശുക്കളായിട്ടുള്ള കുട്ടികൾ, അതായത് ചെറിയ കുട്ടികൾ, അവരിലേക്കും ഇതേപോലെ തന്നെയാണ് ഈ അസുഖത്തിന്റെ ഒരു സ്പ്രെഡ് വരുന്നത്. അതെ അതെ, നവജാത ശിശുക്കളാണെങ്കിൽ യൂഷ്വലി ജനിച്ചു കഴിഞ്ഞ് ഒരു 28 ദിവസം താഴെ പ്രായമുള്ള കുട്ടികളെയാണ് നമ്മൾ നവജാത ശിശുക്കൾ എന്ന് പറയുന്നത്. അവർക്കും രോഗം വരുന്നത് ഈ എയർബോൺ ആയിട്ട് തന്നെയാണ്. അമ്മയ്ക്കോ അല്ലെങ്കിൽ കെയർ ടേക്കേഴ്സ് ആർക്കെങ്കിലും ഈ രോഗമുണ്ടെങ്കിൽ അതുവഴി ഈ രോഗാണുക്കൾ അന്തരീക്ഷത്തിൽ വരികയും അത് ശ്വാസകോശത്തിൽ കൂടെ മൂക്കിലൂടെയും വായിലൂടെയും ശ്വാസകോശത്തിലെത്തി രോഗം ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. മഴക്കാലത്ത് ഏറ്റവും കൂടുതൽ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്ന അസുഖങ്ങൾ കുട്ടികളിൽ ഏതാണ്? ഇപ്പോൾ ഡോക്ടറുടെ ഒരു എക്സ്പീരിയൻസിലും പഠനത്തിലും ഒക്കെ അതാണ്. ഒന്നാമതായിട്ട് ഈ ശ്വാസകോശ സംബന്ധമായ അണുബാധയാണ് കൂടുതൽ വരുന്നത്. അതുപോലെ ഡെങ്കിപ്പനിയുടെ ഇൻസിഡൻസ് കൂടുതലായിട്ട് കാണുന്നുണ്ട്. അതെ, കുട്ടികളിലും വരാറുണ്ട്. പിന്നെ ഈ അടുത്തായിട്ട് കൂടുതൽ കാണുന്ന രോഗമാണ് മഞ്ഞപ്പിത്ത രോഗം, ഹെപ്പറ്റൈറ്റിസ് എ. മുന്നത്തെ കാലത്ത് നോക്കിയാൽ കുറച്ച് കൂടുതലായിട്ട് ഇൻസിഡൻസ് ഇപ്പോൾ കാണുന്നുണ്ട്. നമുക്ക് ഇവിടുത്തെ ഒരു ഡെയിലി ഒരു ദിവസമെങ്കിലും ഒരു കുട്ടിയെങ്കിലും മഞ്ഞപ്പിത്ത രോഗം, ഹെപ്പറ്റൈറ്റിസ് എ എന്ന് പറയുന്ന രോഗമായിട്ട് അഡ്മിറ്റ് ആവുന്നുണ്ട്. അത് ഈ മഞ്ഞപ്പിത്തം അത്ര കൂടുതലായിട്ട് പടരാനുള്ള ഒരു കാര്യം വെള്ളത്തിന്റെ പ്രശ്നം തന്നെയാണ്. അതെ, ഹെപ്പറ്റൈറ്റിസ് എ എന്ന് പറയുന്ന വൈറസാണ് ഈ മഞ്ഞപ്പിത്ത രോഗം ഉണ്ടാക്കുന്നത്. അത് പകരുന്നത് ഈ മലിനമായ ജലത്തിൽ കൂടെയും ഭക്ഷണത്തിൽ കൂടെയുമാണ്. മഴക്കാലത്ത് പ്രത്യേകിച്ചും ജലം മലിനമാകാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ തിളപ്പിച്ചാറിയ വെള്ളം ഉപയോഗിക്കാതിരിക്കുക, ഭക്ഷണം പാകം ചെയ്യാൻ ഉപയോഗിക്കുന്ന മലിനമായ വെള്ളം ഉപയോഗിക്കുക, ഫുഡ് അതുപോലെ കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള ഫുഡ് കഴിക്കുക. ഇതിൽ കൂടെയാണ് ഈ ഹെപ്പറ്റൈറ്റിസ് എ വൈറസ് വരുന്നത്. സാധാരണയായിട്ട് ഒരു ചെറിയ പനി, ഛർദി, കണ്ണിലുള്ള മൂത്രം മഞ്ഞ കളറിൽ പോവുക, ചെറിയ വയറുവേദന, വിശപ്പില്ലായ്മ, അങ്ങനെയൊക്കെയാണ് സിംറ്റംസ്, ലക്ഷണങ്ങൾ കാണിക്കുക ഹെപ്പറ്റൈറ്റിസ് എയുടേത്. പക്ഷേ ചുരുക്കം ചിലർക്ക് ഇത് ഗുരുതരമായിട്ട് കരളിനെ ബാധിക്കാം. കരളിൻ്റെ പ്രവർത്തനം പൂർണ്ണമായി നിൽക്കുന്ന ഒരവസ്ഥയും ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ വരെ വേണ്ടി വന്നേക്കാം. അത്ര ഗുരുതരമാകാവുന്ന ഒരു അസുഖമാണ് ഹെപ്പറ്റൈറ്റിസ് എ. അപ്പോൾ ശ്രദ്ധിക്കേണ്ടത് തിളപ്പിച്ചാറിയ വെള്ളം മാത്രം ഉപയോഗിക്കുക. കുടിക്കാനുള്ള വെള്ളവും ഭക്ഷണം പാകം ചെയ്യുന്ന വെള്ളവും ശുദ്ധമാണെന്നുള്ള കാര്യം ഉറപ്പുവരുത്തുക. സ്കൂളിലാണെങ്കിലും കുട്ടികൾക്ക് കുടിക്കുന്ന വെള്ളം ശുദ്ധമായിട്ടുള്ള വെള്ളമാണെന്ന് സ്കൂൾ അധികൃതർ ഉറപ്പുവരുത്തണം. പിന്നെ മഴക്കാലത്ത് നമ്മൾ പുറത്തുനിന്ന് കഴിക്കുന്ന മറ്റ് ജ്യൂസ്, പാനീയങ്ങൾ മുതലായവ എത്രത്തോളം സുരക്ഷിതമാണെന്ന് നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല. കഴിവതും പുറത്തുനിന്നുള്ള ഭക്ഷണം ഒഴിവാക്കുക.